ഹായ് ഹലോ വെൽക്കം ടു പി എസ് സി ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ ഇന്ന് പി എസ് സി ബുള്ളറ്റിനിൽ വന്നിരിക്കുന്ന ജീവകങ്ങളും അപരാപ്യത രോഗങ്ങളും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കിൽ നിന്നുള്ള കുറച്ച് ഫാക്റ്റാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ജീവകങ്ങൾക്ക് വിറ്റാമിൻ എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തി ആരാണ്? കാസിമർ ഫങ്ക്. കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതെല്ലാം? ADEK, അഡക്ക് എന്ന് ഓർത്താൽ മതി കേട്ടോ. അഡക്ക് ADEK കൊഴുപ്പിൽ ലയിക്കുന്നത്. ജീവകം എയുടെ ശാസ്ത്രനാമം ഏതാണ്? റെറ്റിനോൾ എന്നതാണ് ജീവകം എയുടെ ശാസ്ത്രനാമം. കണ്ണിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന ജീവകം എ ആണ്. വൈറ്റമിൻ എ എന്നറിയപ്പെടുന്നത് ബീറ്റാ കരോട്ടിൻ. പാലിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ജീവകമാണ് എ എന്ന് പറയുന്നത്. കണ്ണിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നു. പാലിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ജീവകം എ. കരളിൽ സംഭരിച്ചു വയ്ക്കുന്ന ജീവകം ഏതാണ്? ജീവകം എ ആണ്. ജീവകം എയുടെ അപരാപ്യത മൂലം കണ്ണിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് നിശാന്തത എന്ന് പറയുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ജീവകം എയുടെ അപരാപ്യത മൂലം ഉണ്ടാകുന്നതാണ് നിശാന്തത. ജീവകം ഡിയുടെ ശാസ്ത്രനാമം കാൽസിഫെറോൾ. ജീവകം ഡിയുടെ ശാസ്ത്രനാമമാണ് കാൽസിഫെറോൾ. എല്ലിൻ്റെയും പല്ലിൻ്റെയും ശരിയായ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ജീവകമാണ് ജീവകം ഡി എന്ന് പറയുന്നത്. കാൽസ്യത്തിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഏതാണ്? ജീവകം ഡി ആണ്. ജീവകം ഡി കാൽസ്യത്തിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സൺലൈറ്റ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം ഡി. സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നതും ജീവകം ഡി ആണ്. സൺലൈറ്റ് വൈറ്റമിൻ, സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ജീവകം ഡി. ജീവകം ഡിയുടെ അപരാപ്യത മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണ് ഓസ്റ്റിയോമലേഷ്യ. ഡിയുടെ കുറവ് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്നത് ഓസ്റ്റിയോമലേഷ്യ. ജീവകം ഡിയുടെ അപരാപ്യത മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന് പറയുന്നത് കുട്ടികളിൽ ഡിയുടെ അപരാപ്യത മൂലം ഉണ്ടാകുന്ന രോഗമാണ്. ഇതവിടെ കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ കാലുകൾ വളഞ്ഞിരിക്കുന്നൊരവസ്ഥ, കണ അല്ലെങ്കിൽ റിക്കറ്റ്സ്. ജീവകം ഇയുടെ ശാസ്ത്രനാമം ടോക്കോഫിറോൾ. ജീവകം ഇ ടോക്കോഫിറോൾ. ഹോർമോൺ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ജീവകമാണ് ഇ. ഹോർമോൺ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ഇ ആണ്. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഇ ആണ്. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഇ. ആൻറ്റി ഓക്സിഡൻ്റ് ആയി പ്രവർത്തിക്കുന്ന ജീവകമാണ് ഇ. ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടും പ്രവർത്തിക്കുന്നത് ജീവകം ഇ ആണ്. ഇനി വൈറ്റമിൻ ഇയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? വന്ധ്യത. വൈറ്റമിൻ ഇയുടെ അപരാപ്യത മൂലം ഉണ്ടാകുന്ന രോഗമാണ് വന്ധ്യത. ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം ഇ. ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ജീവകം ഇ. ജീവകം കെയുടെ ശാസ്ത്രീയ നാമം ഫില്ലോക്വിനോൺ ആണ് ജീവകം കെയുടെ ശാസ്ത്രീയ നാമം. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നത് കെ ആണ്. ജീവകം കെ ആണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നത്. കരളിൻ്റെ പ്രവർത്തനങ്ങൾ ശരിയായി നടക്കാൻ സഹായിക്കുന്ന ജീവകം കെ. വൻകുടലിൽ വെച്ച് ഈക്കോളി ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായി ഉൽപ്പാദിപ്പിക്കുന്ന ജീവകമാണ് ജീവകം കെ എന്ന് പറയുന്നത്. വൻകുടലിൽ വെച്ച് ഈക്കോളി ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായി ഉൽപ്പാദിപ്പിക്കുന്ന ജീവകം കെ. ജീവകം കെയുടെ അപരാപ്യത മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് ഹെമറേജ്, ഹീമോഫീലിയ തുടങ്ങിയവ. ജീവകം കെയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ്. മുറിവുകളിൽ രക്തം കട്ട പിടിക്കാതെ ഇരിക്കുന്ന രോഗാവസ്ഥയാണ് ഹീമോഫീലിയ എന്നറിയപ്പെടുന്നത്. രാജകീയ രോഗം എന്നറിയപ്പെടുന്നതും ഹീമോഫീലിയാണ്, ഓർത്തിരിക്കണേ. ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതൊക്കെയാണ്? ബി കോംപ്ലക്സും സിയുമാണ്. ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ബി കോംപ്ലക്സും സിയും. ജീവകം B1ൻ്റെ ശാസ്ത്രീയ നാമം തയാമിൻ എന്നാണ്. ജീവകം B1 തയാമിൻ. ധാന്യങ്ങളുടെ തവിടിൽ കൂടിയ അളവിൽ കാണപ്പെടുന്ന ജീവകമാണ് B1 എന്ന് പറയുന്നത്. B1 ധാന്യങ്ങളുടെ തവിടിലാണ് കൂടിയ അളവിൽ കാണപ്പെടുന്നത്. ജീവകം B1ൻ്റെ അപരാപ്യത മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ബെറിബെറിയാണ്. ജീവകം B1ൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ബെറിബെറി. ജീവകം B2ൻ്റെ ശാസ്ത്രനാമമാണ് റൈബോഫ്ലാവിൻ അല്ലെങ്കിൽ ലാക്ടോഫ്ലേവിൻ എന്ന് പറയുന്നത്. B2ൻ്റെ ശാസ്ത്രനാമം ഏതാണ്? റൈബോഫ്ലാവിൻ അല്ലെങ്കിൽ ലാക്ടോഫ്ലേവിൻ. വെയിലിൻ്റെ ചൂടുകൊണ്ട് പാലിൽ നിന്ന് നഷ്ടമാകുന്ന ജീവകം ഏതാണ്? ജീവകം B2 ആണ് കേട്ടോ. വെയിലിൻ്റെ ചൂടുകൊണ്ട് പാലിൽ നിന്ന് നഷ്ടപ്പെടുന്നത് ജീവകം B2. പാലിൻ്റെ ഇളം മഞ്ഞ നിറത്തിന് കാരണമാകുന്നത് ജീവകം B2 ആണ്, റൈബോഫ്ലാവിനാണ്. പാലിൻ്റെ ഇളം മഞ്ഞ നിറത്തിന് കാരണമാകുന്നത് ജീവകം B2. വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്നത് ജീവകം B2 തന്നെയാണ്. വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്നത് ഏതാണ്? B2 റൈബോഫ്ലാവിൻ. വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്നത് ജീവകം B2. B3യുടെ ശാസ്ത്രനാമമാണ് നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിക് ആസിഡ് എന്ന് പറയുന്നത്. ജീവകം B3യുടെ ശാസ്ത്രനാമമാണ് നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിക് ആസിഡ്.
B3യുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് പെല്ലഗ്ര എന്ന് പറയുന്നത്. B3യുടെ കുറവ് മൂലം പെല്ലഗ്ര. വൈറ്റമിൻ PP പെല്ലഗ്ര പ്രിവെൻഷൻ എന്നറിയപ്പെടുന്ന ജീവകമാണ് B2 എന്ന് പറയുന്നത്. വിറ്റാമിൻ PP പെല്ലഗ്ര പ്രിവെൻഷൻ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം B3 ആണ്. B5ൻ്റെ ശാസ്ത്രനാമം ഏതാണ്? പാൻഡോതെനിക് ആസിഡ് എന്നാണ്. B5 പാൻഡോതെനിക് ആസിഡ്. B6ൻ്റെ ശാസ്ത്രനാമമാണ് പിരിഡോക്സിൻ എന്ന് പറയുന്നത്. B6 പിരിഡോക്സിൻ. B7 ആണ് ബയോട്ടിൻ. B5 പാൻഡോതെനിക്, ജീവകം B6 പിരിഡോക്സിൻ, B7 ബയോട്ടിൻ. വൈറ്റമിൻ H എന്നറിയപ്പെടുന്ന ജീവകം B7 ആണ്. വൈറ്റമിൻ G എന്നറിയപ്പെടുന്നത് ജീവകം B2 ആണെങ്കിൽ വൈറ്റമിൻ H എന്നറിയപ്പെടുന്നത് B7 ആണ്. HB7 അത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ജീവകം B9ൻ്റെ ശാസ്ത്രനാമം ഏതാണ്? ഫോളിക് ആസിഡ് ആണ്. ജീവകം B9 ശാസ്ത്രനാമമാണ് ഫോളിക് ആസിഡ്. വൈറ്റമിൻ M എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? B9 ആണ് കേട്ടോ. വൈറ്റമിൻ M എന്നറിയപ്പെടുന്നത് B9. വൈറ്റമിൻ M എന്നറിയപ്പെടുന്നത് ജീവകം B9. ജീവകം B9ൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുന്നത്. ജീവകം B9ൻ്റെ അഭാവം മൂലമുണ്ടാകുന്നതാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ. മെഗലോബ്ലാസ്റ്റിക് അനീമിയ ഏത് ജീവകത്തിൻ്റെ അഭാവം മൂലമുണ്ടാകുന്നതാണ്? B9ൻ്റെ. B12ൻ്റെ ശാസ്ത്രനാമമാണ് സയനോകൊബാലമീൻ. B12ൻ്റെ ശാസ്ത്രനാമം സയനോകൊബാലമീൻ. കൊബാൾട്ട് എന്ന ധാതു അടങ്ങിയിരിക്കുന്ന ജീവകമാണ് ജീവകം B12. ഇപ്പോൾ B12ലാണ് കൊബാൾട്ട് എന്നിട്ടുള്ള ധാതു അടങ്ങിയിരിക്കുന്നത്. ജീവകം B12ൻ്റെ അപരാധ്യത മൂലമുണ്ടാകുന്ന രോഗമാണ് പെർനേഷ്യസ് അനീമിയ. B12ൻ്റെ കുറവ് മൂലമുണ്ടാകുന്നത് പെർനേഷ്യസ് അനീമിയ. ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങളാണ് Cയും B കോംപ്ലക്സും. ജീവകം Cയുടെ ശാസ്ത്രനാമം ഏതാണ്? അസ്കോർബിക് ആസിഡ് എന്നാണ്. ജീവകം C അസ്കോർബിക് ആസിഡ്. മനുഷ്യൻ ആദ്യമായി തിരിച്ചറിഞ്ഞ ജീവകം C ആണ്. കൂടാതെ കൃത്രിമമായിട്ട് നിർമ്മിച്ച ആദ്യത്തെ ജീവകവും ജീവകം C തന്നെയാണ്. ഇനി ചൂട് തട്ടിയാൽ നഷ്ടപ്പെട്ടു പോകുന്ന ജീവകമാണ് C എന്ന് പറയുന്നത്. രോഗപ്രതിരോധ ശേഷിക്ക് സഹായിക്കുകയും മൂത്രത്തിലൂടെ നഷ്ടപ്പെട്ടു പോകുന്നതുമായ ജീവകമാണ് C എന്ന് പറയുന്നത്. പിന്നെ മുറിവുണങ്ങാൻ സഹായിക്കുന്ന ജീവകവുമാണ്. കൂടാതെ ഭക്ഷണത്തിലെ ഇരുമ്പിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്നതും ജീവകം C ആണ്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? മനുഷ്യൻ ആദ്യമായി തിരിച്ചറിഞ്ഞു, പിന്നീട് എന്താണ്, കൃത്രിമമായിട്ട് നിർമ്മിച്ച ആദ്യത്തെ ജീവകവും അത് തന്നെ C തന്നെയാണ്. ചൂട് തട്ടിയാൽ നഷ്ടപ്പെട്ടു പോവുകയും രോഗപ്രതിരോധ ശേഷിക്ക് സഹായിക്കുകയും മൂത്രത്തിലൂടെ നഷ്ടപ്പെട്ടു പോവുകയും മുറിവുണങ്ങാൻ സഹായിക്കുകയും കൂടാതെ തന്നെ ഭക്ഷണത്തിലെ ഇരുമ്പിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്ന ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ C ആണ്, അഥവാ അസ്കോർബിക് ആസിഡ്. ഭക്ഷണത്തിലെ ഇരുമ്പിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകമാണ് ജീവകം C എന്ന് പറയുന്നത്. ഭക്ഷണത്തിലെ ഇരുമ്പിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്നത് ജീവകം C ആണ്. ജീവകം Cയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്നതാണ് സ്കർവി എന്ന് പറയുന്നത്. നാവികരുടെ രോഗം എന്നറിയപ്പെടുന്നത് സ്കർവിയാണ്. ജീവകം Cയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് സ്കർവി. അതെന്താണ്? നാവികരുടെ രോഗം എന്നും അറിയപ്പെടുന്നു. ഏത് ശരീരഭാഗത്തെയാണ് സ്കർവി എന്ന രോഗം ബാധിക്കുന്നത്? മോണ. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് സ്കർവി. ഏത് ശരീരഭാഗത്തെയാണ് സ്കർവി ബാധിക്കുന്നത്? മോണ ആണ് കേട്ടോ. നാവികരുടെ പ്ലേഗും എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്കൊരു റിവിഷനായി അല്ലേ? ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും എന്ന് പറയുന്നുള്ള ടോപ്പിക്കിൽ നിന്ന് ഇത് PSC ബുള്ളറ്റിനിൽ വന്നിട്ടുള്ള ഒരു പേജാണേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇനി ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ആ ബെൽ ബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്തിട്ടാൽ മതി കേട്ടോ. ഞാൻ APOൻ്റെ FAPൻ്റെ ക്ലാസ്സൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ കയറി കാണുക കേട്ടോ. എന്തായാലും ഉപകാരപ്പെടും. പിന്നെന്താ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനി അടുത്ത നല്ലൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു. ഒരു മിനിറ്റേ, നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ വീണ്ടും താങ്ക് യു.